ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞങ്ങളുടെ നാട്ടിലെ പതിവിശേഷം മഴ മഞ്ഞു ഇതൊക്കെ തന്നെയാണ്. എന്നാലും ചെറിയൊരു പുതിയ വിശേഷമുള്ളത്, ഇന്നലെ 3 ആനകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയ ആനകളാണ് കേട്ടോ. ഒരു കുട്ടി ആനയും അല്ലാതെ ഒരു കൊമ്പനും ഒരു പിടിയും, അങ്ങനെ 3 ആന. പിന്നെ പുലിയുടെ ശല്യമുണ്ട്. പുലി വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ പട്ടിയെ കൊണ്ടുപോയി. അങ്ങനെ പുലിയുടെ ശല്യവും ഉണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ മോനെ, എന്നെ നീ വിട്ടിട്ട് പോകല്ലേ, എന്നെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് കരയുന്ന ദയനീയമായ ഒരു അവസ്ഥ നേരിൽ കാണേണ്ടി വന്നു ഇന്നലെ. ഈ അടുത്തൊരു ദിവസം ഞങ്ങൾ ഒരു വൃദ്ധസദനത്തിൽ പോയിരുന്നു. അപ്പോൾ വൃദ്ധസദനത്തിൽ പോയപ്പോൾ കണ്ട ദയനീയമായ ഒരു കാഴ്ചയാണ്, ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു കാഴ്ചയാണ് കേട്ടോ അത്. വേറൊന്നുമല്ല, ഒരു അമ്മ കരയുന്ന കരച്ചിലാണ്. മോനെ എന്നെ കൂടെ നീ കൊണ്ടുപോകണേ, നീ ഇവിടെ വിട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അമ്മയുടെ ആ ഒരു അവസ്ഥയാണ്. അത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ നിന്ന് തന്നെ ഒരുപാട് നമുക്ക് വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അത്. പക്ഷെ ഒരിക്കലും ആർക്കും ഇങ്ങനത്തെ അവസ്ഥകൾ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആ നിമിഷം തൊള്ളേ വിഷമിച്ചു. ഒരുപാട് വിഷമം തോന്നി. അപ്പം അമ്മയുടെ ഈ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് പോയി ഒന്ന് സമാധാനം പറയാനുള്ള മാനസികാവസ്ഥ എനിക്ക് അപ്പോൾ വന്നില്ല. കാരണം ഞാൻ എന്നെ ആ സമയത്ത് ചിന്തിച്ചു, വേറൊന്നുമല്ല, നമുക്കിപ്പോൾ ഒരു വിഷമം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രയാസങ്ങൾ വന്ന് നമുക്ക് നല്ല സങ്കടം വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ മക്കൾ ഒക്കെ തരുന്ന ഒരു ആശ്വാസ വാക്ക് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ തരുമ്പോൾ, നമ്മളോട് പറയുമ്പോൾ നമുക്ക് അത്രയും ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആ വിഷമമൊക്കെ അങ്ങ് മാറും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമായിട്ട് തോന്നും ആ ഒരു വാക്ക്. ഇപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പോയി എന്ത് പറഞ്ഞ് ഞാൻ ആ അമ്മയോട് സംസാരിക്കും, ഞാൻ എന്ത് പറഞ്ഞിട്ടായിരിക്കും അവരുടെ ആ സങ്കടം എനിക്ക് മാറ്റാൻ പറ്റുക? എനിക്കപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഒരുപാട് ഞാൻ അങ്ങ് മാറി നിന്നു. എനിക്ക് നല്ല സങ്കടം തോന്നി. എനിക്ക് പറയാൻ വാക്കുകളൊന്നും തോന്നിയില്ല അപ്പോഴും. മകനും ഭാര്യയും കൊച്ചും വിദേശത്ത് എവിടെയോ പോവുകയാണ് ജോലിക്ക്. അവർ പോവുകയാണ്, ഫാമിലിയായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ അമ്മയെ നോക്കാൻ വേറെ മക്കളാരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആരോടും ചോദിച്ചില്ല. ഞങ്ങൾ അവിടെ ഒരു 5 മിനിറ്റ് നിന്നതേ ഉള്ളൂ. പിന്നെ ഈ അമ്മ വന്നതിന് ശേഷം കൂടുതൽ സമയം നിന്നില്ല. ഒരു 5 മിനിറ്റ് നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ അപ്പോൾ കൂടുതൽ അന്വേഷിക്കാനൊന്നും അതിനുള്ള മാനസികാവസ്ഥ തോന്നിയില്ല. അപ്പോൾ എന്തായാലും മകനാണെന്ന് ഉറപ്പായി. കാരണം എൻ്റെ മോനെ എന്ന് വിളിച്ചാണ് അമ്മ കരഞ്ഞത്. എൻ്റെ മോനെ എന്ന് വിളിച്ച് ഭയങ്കര കരച്ചിലല്ല കേട്ടോ, എന്നാലും മനസ്സിൽ ഒരുപാട് വിഷമം ഒതുക്കിയിട്ട് എൻ്റെ മോനെ, എന്നെ നീ തനിച്ചാക്കി പോവരുത്, ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ പറയുന്ന അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ പറയുന്നതാണ്. എന്നാലും പെട്ടെന്ന് തന്നെ അമ്മ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കണുണ്ടായിരുന്നു. ഒരുപാട് ഓവറായിട്ട് കരഞ്ഞതുമില്ല, എന്നാൽ സങ്കടം വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതായിരിക്കും. തിരിച്ച് എന്തെങ്കിലും വഴി അതിന് കാണുമായിരിക്കാം. അപ്പം ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടി നമ്മൾ വിദേശത്ത് പോവുകയാണെങ്കിൽ, ഇപ്പം ഹസ്ബൻഡാണ് പോവുകയാണെങ്കിൽ വൈഫിനെയും മക്കളെയും നാട്ടിൽ നിർത്താം, അതൊരു ഓപ്ഷനാണ്. അല്ല എങ്കിൽ വൈഫിനെയും ജോലിയുണ്ട്, അവരെയും കൊണ്ടുപോകണം, മക്കളെയും കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ ബന്ധുക്കളെ അറേഞ്ച് ചെയ്യാം, അല്ല ബന്ധുക്കളും ഇല്ല എങ്കിൽ ഇപ്പം ഹോം നേഴ്സുമാർ ഒരുപാടുണ്ടല്ലോ. ഈ വൃദ്ധസദനത്തിൽ കൊടുക്കുന്ന പൈസകൾ തന്നെ ഹോം നേഴ്സിന് കൊടുത്താലും അത്രയും പൈസ വൃദ്ധസദനത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല. എന്നാലും നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. വിദേശത്തൊക്കെ ജോലിയുള്ള മക്കളൊക്കെ ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ ശമ്പളങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും പാരൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെയൊക്കെ വെക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലിക്ക് പോകണമെങ്കിൽ മക്കളെ ഇപ്പം നാട്ടിൽ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല, മക്കളെയും കൂടെ കൊണ്ടുപോകുമല്ലോ. കൊണ്ടുപോകുമ്പോഴത്തേനും ഈ അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ ആ വീട്ടിൽ തന്നെ നിർത്താമല്ലോ. എത്രയൊക്കെ ആയാലും സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യവും ഒരു സന്തോഷവും നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോയാലും കിട്ടില്ല. അപ്പം ഈ കരച്ചിൽ ഒരുപക്ഷെ നമുക്ക് മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുമായിരുന്നു. സ്വന്തം വീട്ടിൽ ആ അമ്മയെ അവിടെ നിർത്തിയിട്ട് പോയെങ്കിൽ, ഒരാളെയും കൂടെ അവിടെ സപ്പോർട്ടിന് നിർത്തിയിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. അമ്മയ്ക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ നോക്കി അത്രയും കെയർ കിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ അങ്ങനെ എന്തെങ്കിലും മക്കൾ വിചാരിച്ചിട്ടുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ സങ്കടം കണ്ടിട്ട് നമുക്ക് അത് നേരിട്ട് കണ്ടാൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. എന്നാലും നമുക്കൊരാൾ പറഞ്ഞാലും നമുക്ക് ആ വിഷമം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സുകളുള്ളവരല്ലേ.
ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ ബുദ്ധിമുട്ടായിരിക്കും ഇനി ചിലപ്പോൾ. അത് കഴിയുമ്പം മാറുമായിരിക്കും. അവിടെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കേട്ടോ, 10-15 ആൾക്കാരേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ അവരോടൊക്കെ നിന്ന് അഡ്ജസ്റ്റായി ആ വിഷമമൊക്കെ അങ്ങ് മാറും. എന്നാലും നമ്മുടെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കളെ കൂടെ നിൽക്കുക, അവരുടെ കെയറിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നൊക്കെയായിരിക്കും നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിച്ച് നോക്കുക. കാരണം നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത്, കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ വളർന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വേറെ ഒരു സ്ഥലത്തും കൊണ്ടാക്കിയിട്ട് അവർ പോയില്ല. അവരെ കൂടെ നിർത്തി നമ്മളെ വളർത്തിയെടുത്തു. അപ്പോൾ ആ ഒരു കടമ നമുക്കുണ്ട്. നമ്മളും അതുപോലെ തിരിച്ച് നമ്മൾ വലുതായി ഓരോ കുടുംബങ്ങളായി അച്ഛനും അമ്മയും വയസ്സാകുമ്പോൾ അവരെ നമ്മളെ കൂടെ നിർത്തി മുന്നോട്ട് അവരെ നമ്മളെ കൂടെ നിർത്തി സ്നേഹിച്ച് പരിപാലിച്ച് കൊണ്ടുപോവുക. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടാക്കിയിട്ട് പോകുമ്പോഴത്തേനും അവരുടെ ആ ഒരു മനസ്സ് നമ്മൾ ചിന്തിച്ച് നോക്കണം. നാളെ നമുക്കും ഈ ഗതി തന്നെയാവും, തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും അപ്പം നമ്മൾ വിചാരിക്കും അങ്ങനെ നോക്കണവർക്ക് ഈ ഗതി ഉണ്ടാവില്ലേ എന്ന്. എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് ആർക്കും അതൊന്നും അറിയാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ, ദൈവം എന്താണ് നമുക്കൊക്കെ വിധിച്ചിരിക്കുന്നതെന്നൊന്നും ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഓരോ വിധിയുണ്ട്. എന്നാലും നമ്മൾ ചെയ്യേണ്ട കടമയും കാര്യങ്ങളും കറക്റ്റ് സമയത്തിന് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് പിന്നീട് ഒരാൾ മനസ്സിന് വിഷമം വരില്ലല്ലോ, അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു എന്ന് നമുക്കൊരിക്കലും തോന്നില്ല. കാരണം നമ്മൾ ചെയ്യാനുള്ള കടമകളും കർത്തവ്യങ്ങളും നമ്മൾ കറക്റ്റ് സമയത്തിന് നമ്മൾ ചെയ്താൽ പിന്നീട് നമുക്കതിൽ ഓർത്ത് ഒരു വിഷമം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവില്ല. ഇങ്ങനെ വൃദ്ധസദനത്തിലൊക്കെ ആക്കിയിട്ട് പോകുന്നവർക്ക്, നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ പോയൊക്കെ കാണാം. അങ്ങനെ കാണാൻ പറ്റുന്നവർക്ക് എന്താ കൊണ്ട് കൂടെ നിർത്തിയാൽ, ആഴ്ചയിൽ ഒരിക്കൽ പോയി നമ്മൾ കണ്ട് അവരുടെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുന്നവർക്ക് എന്തുകൊണ്ട് അവരെ കൂടെ നിർത്തിക്കൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് ആ ഒരു സാഹചര്യം ചിലപ്പം അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. ഹോം നേഴ്സിനെ വെച്ച് അവരവരുടെ വീടുകളിൽ തന്നെ അവരെ നോക്കാനുള്ളൊരു സാഹചര്യമെങ്കിലും നമ്മളൊരു മനസ്സ് കാണിക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യവും കിട്ടും. സ്വന്തം വീടാണെന്നുള്ളൊരു തോന്നൽ എപ്പോഴും വരും. അപ്പോൾ ഒരുപാട് സങ്കടങ്ങൾ അവരെ ബാധിക്കില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നും തോന്നുന്നു അല്ലേ. ഇങ്ങനെ ഒരു വിധി ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാകാതിരിക്കട്ടെ വയസ്സാവുന്ന കാലത്ത്. അതുപോലെ തന്നെ ഈ ഒരവസ്ഥ ഒരു മക്കൾക്കും ഉണ്ടാവാതിരിക്കട്ടെ. അച്ഛനും അമ്മയൊക്കെ കൂടെ നിർത്തി പരിപാലിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ. അതുപോലെ തന്നെ മക്കളോടെയൊക്കെ നിന്ന് ജീവിതാവസാനം വരെ നിൽക്കാനുള്ള ഭാഗ്യം രക്ഷിതാക്കൾക്കും കിട്ടട്ടെ. അപ്പോൾ കൊച്ചുമക്കൾ, പിന്നെ അവരുടെ കുടുംബം, സ്വന്തം മക്കൾ, അവരുടെ കുടുംബം, ഇതൊക്കെ നമുക്ക് ഒരു ഭാഗ്യമാണല്ലേ. കൂടെ നിന്ന് ഒരു ജീവിതം ജീവിച്ച് തീർക്കുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അമ്മൂമ്മമാരുടെയൊക്കെ കാര്യം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും അവർക്കൊക്കെ എന്ത് ഭാഗ്യം ഉണ്ടായിരുന്നു. അവരുടെ മക്കൾ അങ്ങനെയൊക്കെ ഒരു 2 തലമുറയൊക്കെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള കാലത്ത് ആർക്കൊക്കെ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ പണ്ടത്തെ സാഹചര്യങ്ങളല്ല ഇപ്പോൾ. പണ്ടൊന്നും ഇങ്ങനെ ആരും വൃദ്ധസദനത്തിലൊന്നും കൊണ്ടാക്കുന്നതായിട്ടും നമുക്കറിയില്ല. അതെല്ലാം ഇപ്പോഴും ഉള്ള ഈ ഒരു കാലഘട്ടത്തിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.